കോഴ വാങ്ങാൻ അവസരമില്ലാതാക്കിയതിന്റെ അസ്വസ്ഥതയാണ് സ്വാശ്രയ സമരത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി. സ്വാശ്രയ കോളേജുകളിൽ പാവപ്പെട്ട കുട്ടികളുടെ ഫീസ് കുറച്ചതിൽ ₹1 പോലും കൂടുതൽ വാങ്ങാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി. കരാറിൽ വീഴ്ച വരുത്തിയാൽ കർശന നടപടിയെടുക്കും. ഫീസ് ഘടനയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തോന്നിയതുപോലെ കോഴ വാങ്ങി പ്രവേശനം നടത്തിയിരുന്ന പതിവ് രീതി അവസാനിപ്പിച്ചതിൽ അസ്വസ്ഥതയുള്ളവരാണ് സ്വാശ്രയ സമരത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 25,000 എന്ന കുറഞ്ഞ ഫീസ് നിരക്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നിലവിലെ കരാർ അനുസരിച്ച് പ്രവേശനം നേടാം. ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ വലിയ തോതിൽ കാശ് വാങ്ങി നല്ല റാങ്ക് ഉണ്ടെങ്കിലും ആ കുട്ടിയെ പിന്നിലാക്കി പണത്തിൻ്റെ സ്വാധീനത്തിൽ പ്രവേശനം അനുവദിക്കുന്ന നില നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. മുൻപ് കാശ് വാങ്ങി തോന്നിയതുപോലെ പ്രവേശനം നടത്തിയിരുന്ന രീതിയാണ് തിരുത്താൻ കഴിഞ്ഞത്. ഇതിലെന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? സമരം പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. ജനശ്രദ്ധ നേടാനാണ് നിയമസഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുന്നത്. സമരം ജനമധ്യത്തിൽ ഒറ്റപ്പെട്ടു, ജനപിന്തുണയില്ല. അപ്പോൾ സഭാ നടപടികൾ അലങ്കോലപ്പെടുന്നതിലൂടെ ഈ സമരം ശ്രദ്ധിക്കാത്ത ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരിക. ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണ് കരിങ്കൊടി കാണിച്ചതെന്ന നിയമസഭയിലെ പരാമർശത്തിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകി. അപ്പോൾ ആ രണ്ട് പേര് ഞാനപ്പോൾ ധരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സേ അല്ല എന്നാണ്. കാരണം യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘടനയല്ലേ. അവരൊരു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ വെറും 2 പേര് മാത്രമായിട്ട് വരുമോ അവർ? ഫീസ് ഘടനയിൽ ഇനി മാറ്റം വരുത്തില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴ വാങ്ങാൻ അവസരമില്ലാതാക്കിയതിന്റെ അസ്വസ്ഥതയാണ് സ്വാശ്രയ സമരത്തിലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിയമസഭയിൽ ചാനലുകളെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞത് തന്റെ തോന്നലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്റെ അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെയൊരു തോന്നൽ ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തോന്നൽ പറഞ്ഞതാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞല്ലോ. ഞാൻ കണ്ടോൺമെൻറ്റ് ഗേറ്റ് കഴിഞ്ഞ് ഒരു 1:15 കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ ഇടത്തു ഭാഗത്തുകൂടെ അവരിവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, 2 സുഹൃത്തുക്കൾ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എന്താ ഇവരിങ്ങനെ ചാടി വരുന്നത്? ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയല്ലേ, അപ്പോൾ ഇങ്ങനെ ചാടി ഇങ്ങോട്ട് വരിക. അങ്ങനെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ഈ വലത്തു ഭാഗത്ത് നോക്കുമ്പോൾ 2 പേരെ കാണുക. അപ്പോൾ ആ രണ്ട് പേര് ഞാനപ്പോൾ ധരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സേ അല്ല എന്നാണ്. കാരണം യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘടനയല്ലേ. അവരൊരു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ വെറും 2 പേര് മാത്രമായിട്ട് വരുമോ അവർ? അതാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു തീരട്ടെ. അപ്പോൾ ചാനലിൽ ചില ബിരുദന്മാർ പല കാര്യങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട്. ചില വിദ്യകൾ ഒപ്പിക്കാൻ പലരുടെ ബിരുദന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിരിക്കും നടന്നിട്ടുണ്ടാകുക എന്ന് എൻ്റെ തോന്നൽ ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതല്ല ഞങ്ങൾ തന്നെ സമരം നടത്തിയതാണെന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിൽ തർക്കം വന്നിരിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ UDF ഹർത്താലിനിടെ വ്യാപക അക്രമം. കഴക്കൂട്ടത്ത് രോഗികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഹർത്താൽ അനുകൂലികൾ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇരുചക്ര വാഹനക്കാർക്ക് നേരെ പോലും അതിക്രമം നടന്നു. സ്ത്രീകളെയും കുട്ടികളെയും അസഭ്യം പറഞ്ഞോടിച്ചു. പല സർക്കാർ സ്ഥാപനങ്ങളും തല്ലി തകർത്തു. സമീപകാലത്ത് തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ അക്രമമാണ് ഇന്ന് ഹർത്താലിനിടെ ഉണ്ടായത്. രാവിലെ സമരം ആരംഭിച്ചപ്പോൾ മുതൽ ഹർത്താൽ അനുകൂലികൾ വ്യാപക ആക്രമണമാണ് തിരുവനന്തപുരം ജില്ലയിൽ അഴിച്ചുവിട്ടത്. ഹർത്താൽ ആരംഭിച്ചപ്പോൾ തന്നെ കാട്ടാക്കട കിള്ളിയിൽ സമരാനുകൂലികൾ KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞു. ബാലരാമപുരം, നെടുമങ്ങാട്, മംഗലപുരം, നെയ്യാറ്റിൻകര, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. പല സ്ഥലത്തും കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് അക്രമങ്ങൾ നടന്നത്. പാറശാലയിൽ മുൻ MLA AT ജോർജിന്റെ നേതൃത്വത്തിൽ KSRTC ബസ്സുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. കഴക്കൂട്ടത്ത് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി വന്ന ബസ് കഴക്കൂട്ടത്ത് വെച്ച് സമരാനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് ജനം പ്രതിഷേധിച്ചു. ധനമന്ത്രി തോമസ് ഐസക്കിനെ ബേക്കറി ജംഗ്ഷനിൽ തടയാൻ ശ്രമമുണ്ടായി. പോങ്ങുമൂട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിനുള്ളിൽ അതിക്രമിച്ച് കയറിയ സമരാനുകൂലികൾ 4 കമ്പ്യൂട്ടറുകൾ തല്ലി തകർത്തു. കാട്ടാക്കട KSRTC ബസ് ഡിപ്പോയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. പാളയം ജംഗ്ഷനിൽ തമ്പടിച്ച കോൺഗ്രസ് പ്രവർത്തകർ പല വാഹനങ്ങളുടെയും കാറ്റഴിച്ചുവിട്ടു. ഇരുചക്ര വാഹനങ്ങളെ പോലും സമരാനുകൂലികൾ തടഞ്ഞു. തടഞ്ഞവയിൽ പാങ്ങോട് പട്ടാള ക്യാമ്പിലെ വാഹനവും ഉൾപ്പെടുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ ATM കേന്ദ്രങ്ങൾ അടപ്പിക്കാനും ശ്രമിച്ചു. സ്റ്റാച്യു ജംഗ്ഷനിലെ BSNL ഓഫീസിനുള്ളിൽ കടന്ന പ്രവർത്തകർ ഡിപ്പോ തല്ലി തകർത്തു.
വർക്കല CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി പ്രസന്നന്റെ മാരുതി കാർ സമരാനുകൂലികൾ തല്ലി തകർത്തു. തടസ്സം പിടിക്കാനെത്തിയ വർക്കല MLAയുടെ PA സുനിൽ മർഹബയെ മർദ്ദിച്ചു. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി പ്രഭാവർമ്മ സഞ്ചരിച്ചിരുന്ന വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു അദ്ദേഹത്തെ റോഡിലിറക്കി വിട്ടു. എന്നാൽ ഹർത്താലിനെ വകവെക്കാതെ നിരവധി സർക്കാർ ഓഫീസുകളാണ് തുറന്നു പ്രവർത്തിച്ചത്. സെക്രട്ടേറിയറ്റിലും പബ്ലിക് ഓഫീസിലും യൂണിവേഴ്സിറ്റിയിലും മിക്ക ജീവനക്കാരും ഹാജരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് 3 പ്രതിപക്ഷ MLAമാർ നിയമസഭയിൽ അനിശ്ചിതകാല നിരാഹാര സമരവും 2 MLAമാർ അനുഭാവ സത്യാഗ്രഹ സമരവും ആരംഭിച്ചു. മതപരമായ കാരണങ്ങളാലാണ് ലീഗ് MLAമാർ നിരാഹാര സമരം നടത്താത്തത്. അതേസമയം സ്വാശ്രയ വിഷയം ഉന്നയിച്ച് വരും ദിവസങ്ങളിൽ നിയമസഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമായി. സ്വാശ്രയ കോളേജ് പ്രവേശന വിഷയം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരങ്ങൾ വിജയം കാണാത്തതിനെ തുടർന്ന് വിഷയം നിയമസഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ UDF യോഗം തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ച് UDF നിയമസഭാ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നിയമസഭാ നടപടികൾ ചോദ്യോത്തരവേള മുതൽക്കേ തടസ്സപ്പെടുത്തി സഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ തീരുമാനമെടുത്തു. ഇതിനു പുറമെ ഹൈബി ഈഡൻ, ഷാബി പറമ്പിൽ, അനൂപ് ജേക്കബ് എന്നീ MLAമാർ സഭയിൽ അനിശ്ചിതകാല നിരാഹാര സമരവും KN ഷാജി, ഷംസുദ്ദീൻ എന്നിവർ അനുഭാവ സത്യാഗ്രഹവും നടത്താനും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷം ശൂന്യവേളയിലും പ്രതിഷേധം തുടർന്നു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയ്ക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നവരുടെ വിശദാംശം സഭയിൽ അറിയിച്ചു. തുടർന്ന് സഭാ നടപടികൾ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. സർക്കാരിൻ്റെ ഈ തെറ്റായ നടപടി ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് 3 MLAമാർ ഈ നിയമസഭയ്ക്കകത്ത് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശ്രീ ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, അനൂപ് ജേക്കബ് എന്നീ 3 MLAമാർ ഈ നിയമസഭയ്ക്കകത്ത് നിരാഹാരം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച ശേഷമാണ് MLAമാർ നിയമസഭയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ സമരം ആരംഭിച്ചത്. സമരം നടത്തുന്നവർക്കൊപ്പം VD സതീശൻ MLA ഒഴികെയുള്ളവരെല്ലാം കവാടത്തിലിരുന്നു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങൾ ചോദിക്കാതെ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ KM മാണിക്കൊപ്പമെത്തി സമരം നടത്തുന്നവർക്ക് അഭിവാദ്യമർപ്പിച്ചു മടങ്ങി. PC ജോർജ് MLAയും സമരക്കാർക്ക് അഭിവാദ്യമർപ്പിക്കാൻ മറന്നില്ല. നിരാഹാര സമരം കണ്ടെങ്കിലും ഭരണപക്ഷം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രതിപക്ഷം. കൂടാതെ വരും ദിവസങ്ങളിലെ സഭാ നടപടികളും സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ തുടർച്ചയായ 2ാം ദിനവും സ്തംഭിച്ചു. പ്രതിപക്ഷ നേതാവിന് ചോദ്യോത്തരവേളയിൽ സംസാരിക്കാൻ അനുമതി നൽകാത്തതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പ്രസംഗവും സമരവും ഒരുമിച്ച് അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. പ്രതിഷേധം ശമിക്കാത്ത സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തുടർച്ചയായ 3ാം ദിവസമാണ് സ്വാശ്രയ വിഷയം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുന്നത്. നിയമസഭയിൽ ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാശ്രയ വിഷയത്തിൽ പ്രസ്താവന നടത്താൻ അനുവദിക്കണമെന്നതായിരുന്നു പ്രതിപക്ഷ ആവശ്യം. എന്നാൽ ചോദ്യോത്തരവേള കഴിഞ്ഞ് ശൂന്യവേളയിൽ പ്രതിപക്ഷ നേതാവിന് അവസരം നൽകാമെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു. ഇത് അംഗീകരിക്കാതെ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന് പറയാനുള്ള സമയം അനുവദിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് ശരിയാവില്ല, അത് അനുവദിക്കില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സ്പീക്കർ ചോദ്യോത്തരവേള പൂർത്തിയാക്കി. തുടർന്ന് ശൂന്യവേളയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചോദ്യോത്തരവേളയിൽ 6 തവണ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന് സംസാരിക്കാൻ അനുമതി നൽകിയിരുന്നു. തനിക്ക് അവസരം നൽകാത്ത സ്പീക്കറുടെ നടപടി ദൗർഭാഗ്യകരമെന്ന് ചെന്നിത്തല പറഞ്ഞു. ചോദ്യോത്തരവേളയ്ക്ക് സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാർ സംസാരിക്കാറുണ്ട്. സാർ, കഴിഞ്ഞ നിയമസഭയിൽ 6 തവണയാണ് ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ പ്രസംഗം നടത്തിയത്. അങ്ങയുടെ ഭാഗത്തുണ്ടായ നടപടി ദൗർഭാഗ്യകരമാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. KPCC അധ്യക്ഷനിരുന്ന സമരപ്പന്തലിലേക്ക് ഗ്രനേഡ് എറിഞ്ഞതിലുള്ള പ്രതിഷേധവും പ്രതിപക്ഷം അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് ചട്ടപ്രകാരമല്ല സഭയിൽ സംസാരിക്കുന്നതെന്ന് പോയിന്റ് ഓഫ് ഓർഡറായി മന്ത്രി AK ബാലൻ പറഞ്ഞു. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ തിരുവഞ്ചൂരാണ് സംസാരിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മന്ത്രിക്ക് മൈക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. പ്രസംഗവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് സ്പീക്കറും വ്യക്തമാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. S. ഷീജ, തിരുവനന്തപുരം. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകിയ മന്ത്രിയും ഭരണപക്ഷ MLAമാരും
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചുവപ്പുമഷി സമരത്തെ നർമ്മരൂപേണ പരാമർശിച്ചത് പ്രതിപക്ഷ ബഹളത്തിനിടയിലും സഭയിൽ ചിരി പടർത്തി. വനംവകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് ഭരണപക്ഷ എംഎൽഎമാർ യൂത്ത് കോൺഗ്രസ് സമരത്തെ പരിഹാസരൂപേണ സഭയിൽ അവതരിപ്പിച്ചത്. നിയമസഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചു. പക്ഷേ ഒന്നും കേൾക്കാനാവാത്ത ബഹളം സഭയിൽ. ചോദ്യങ്ങൾ ചോദിക്കാനായി എംഎൽഎമാരെ സ്പീക്കർ ക്ഷണിച്ചു. ആദ്യ ഊഴം ലഭിച്ച കേരള കോൺഗ്രസ് എംഎൽഎമാർ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്ന് സ്പീക്കർക്ക് മറുപടി നൽകി. തുടർന്ന് സ്പീക്കറുടെ ക്ഷണപ്രകാരം ഭരണപക്ഷത്തിൽ നിന്നും ദേവികുളം എംഎൽഎ രാജേന്ദ്രൻ എണീറ്റ് ചോദ്യം ചോദിച്ചു. ചോദ്യത്തിൽ ഒളിഞ്ഞിരുന്ന നർമ്മം കേട്ടപ്പോൾ അംഗങ്ങളും ചിരിക്കാതിരുന്നില്ല. സാർ, ഇവിടെ ഈ അതിർത്തി കടക്കുന്ന ജീവികളെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു സാർ. സാർ, സാധാരണ അതിർത്തി കടക്കുന്ന ജീവികൾ മഷി പുരട്ടിയല്ല സാർ വരുന്നത്. സാർ, ഇവിടെ കൃഷിഭൂമിക്ക് അകത്ത് വരുന്ന പന്നികളുടെ എണ്ണം കൂടുതലാണ് സാർ. മറുപടി നൽകിയ വനം വകുപ്പ് മന്ത്രി കെ രാജുവും താൻ ചില്ലറക്കാരനല്ലെന്ന് തെളിയിച്ചു. ഈ ലീഡറായിട്ടുള്ള കുരങ്ങനെ പിടിച്ച് അകത്തുകൊണ്ട് വിട്ടാൽ അതിന്റെ കൂടെ ബാക്കിയുള്ളവരും അങ്ങ് പോകും എന്ന് പറയുന്നു. മറുപടി കേട്ടപ്പോൾ സ്പീക്കർക്കും ചിരി മറയ്ക്കാൻ കഴിഞ്ഞില്ല. രാജേന്ദ്രന്റെ പിന്നാലെ എത്തിയ എം സ്വരാജും യൂത്ത് കോൺഗ്രസ് സമരത്തിന് നർമ്മത്തിൽ ചാലിച്ച് ഒരു കൊട്ടുകൊടുത്തു. ഇപ്പോ ചില സമരമുഖങ്ങളിൽ നൂതനമായ ചില സമരമുറകൾ പരീക്ഷിക്കുന്നതായി കാണുന്നുണ്ട്, ചുവന്ന മഷിയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ ഈ വന്യമൃഗങ്ങളെ പച്ചമഷി ഉപയോഗിച്ച് എന്തെങ്കിലും പുതിയ പ്രതിരോധ സംവിധാനത്തിൽ വനത്തിൽ തന്നെ നിർത്താൻ കഴിയുന്ന സാധ്യതകളെ കുറിച്ച് പരിശോധിക്കുമോ എന്നാണ് അറിയാൻ. മഷി പ്രയോഗം യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നില്ല. പ്രതിപക്ഷം ശക്തമായി ബഹളം വയ്ക്കുന്നതിന്റെ തിരക്കിലായതിനാൽ ഇതൊന്നും കേട്ടില്ല. അത് ഒരു തരത്തിൽ നന്നായെന്ന് സ്പീക്കറും കരുതിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇതിന്റെ പേരിലാകും സഭയിലെ അടുത്ത പ്രതിഷേധം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ സ്വന്തം നിലയിൽ നടത്തിയ പ്രവേശനം റദ്ദാക്കുന്നില്ലെന്ന് സുപ്രീം കോടതി. പ്രവേശനം സർക്കാർ അനുമതിയോടെയാണെന്നതിനാലും പ്രവേശന നടപടികൾ പൂർത്തിയായി ക്ലാസുകൾ ആരംഭിച്ചതും പരിഗണിച്ചാണ് തീരുമാനം. എന്നാൽ പ്രവേശന നടപടികൾ പൂർത്തിയാകാത്ത സീറ്റുകളിൽ ഏകീകൃത കൗൺസിലിംഗ് വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകൾക്ക് സ്വന്തം നിലയിൽ പ്രവേശനം നടത്താൻ അനുമതി നൽകിയ കേരള ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ലെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി അറിയിച്ചത്. നിലവിൽ ഭൂരിഭാഗം സീറ്റുകളിലേക്കും പ്രവേശനം പൂർത്തിയായി കഴിഞ്ഞു. സർക്കാരുമായി ധാരണയോടുകൂടിയാണ് പ്രവേശനം നടത്തിയതും. പ്രവേശന നടപടികൾ ജെയിംസ് കമ്മിറ്റി വിലയിരുത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിൽ പൂർത്തിയായ കൗൺസിലിംഗ് റദ്ദാക്കുന്നില്ലെന്നാണ് ജസ്റ്റിസ് എ കെ സിക്രി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. എന്നാൽ ഇനി പ്രവേശനം പൂർത്തിയാക്കാനുള്ള സീറ്റുകളിലടക്കം തുടർ വർഷങ്ങളിലും ഏകീകൃത കൗൺസിലിംഗ് മാത്രമേ നടത്താവൂ എന്നും കോടതി നിർദ്ദേശിച്ചു. മാനേജ്മെന്റുകൾക്ക് സ്വന്തം നിലയിൽ പ്രവേശനം നടത്താനുള്ള അനുമതിക്കെതിരെ കേന്ദ്ര സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ പരാതിയുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരാണ് കോടതിയെ സമീപിക്കേണ്ടതെന്നായിരുന്നു മാനേജ്മെന്റുകളുടെ വാദം. ക്ലാസുകൾ ആരംഭിച്ചതായും മാനേജ്മെന്റുകൾ അറിയിച്ചിരുന്നു. ഈ വാദം തള്ളാതെയാണ് ഹൈക്കോടതിയിലേത് ഇടക്കാല ഉത്തരവാണെന്നും കൗൺസിലിംഗ് നിയമപരമോ എന്ന കാര്യം ഹൈക്കോടതി തന്നെ തീരുമാനമെടുക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചത്. അമൃത കൽപ്പിത സർവകലാശാല സ്വന്തം നിലയിൽ നടത്തിയ പ്രവേശനം റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഏകീകൃത കൗൺസിലിംഗ് എന്ന നിലപാടിൽ സുപ്രീം കോടതി ഉറച്ചു നിൽക്കുമ്പോഴും മാനേജ്മെന്റുകളുമായി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ കരാറിൽ കോടതി ഇടപെട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. വരും നാളുകളിലും ഏകീകൃത കൗൺസിലിംഗ് നടപ്പാക്കുമെന്ന സർക്കാർ വാദം അംഗീകരിക്കുക കൂടിയാണ് സുപ്രീം കോടതി ചെയ്തത്. ക്യാമറ മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വാശ്രയ പ്രവേശനത്തിലെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. സർക്കാരിന്റെ കരാറിന് ഇതുവരെ പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒരു കോളേജിനോടും സർക്കാരിന് പ്രത്യേക താൽപര്യമില്ല. അതുകൊണ്ട് മെറിറ്റ് ലംഘിച്ചാൽ കർശന നടപടിയെടുക്കും. അടുത്ത വർഷം മുതൽ ഏകീകൃത അലോട്ട്മെന്റ് നടത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ ആശയവും അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സുപ്രീം കോടതി വിധിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻറ്റിനെതിരെ ഞാനിന്ന് അന്വേഷിച്ചു. ജെയിംസ് കമ്മിറ്റിയിലുള്ള പരാതി ഏതെങ്കിലും സർക്കാരിൻ്റെ എഗ്രിമെൻറ്റിനെതിരായിട്ടുള്ള പരാതിയുണ്ടോ? യൂത്ത് കോൺഗ്രസ് പറയട്ടെ, പ്രതിപക്ഷ നേതാവ് പറയട്ടെ. സർക്കാരുമായി ഉണ്ടാക്കിയ ഈ എഗ്രിമെൻറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ടോ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും? പരാതി സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ച് മെറിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും മാനേജ്മെൻറ്റ് വിരുദ്ധമായി നിൽക്കുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ ആ പരാതിക്കാരുടെ കൂടെയാണ്. ഒരു കോളേജിനോടും ഒരു താല്പര്യവും പ്രത്യേകിച്ച് ഈ സർക്കാരിനില്ല. തലവരി പണം വാങ്ങുന്നത് ഇല്ലാതാക്കുകയായിരുന്നു സ്വാശ്രയ കരാറിലൂടെ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഡിവൈഎഫ്ഐ
ഫീസ് വർധനവിനോട് യോജിക്കുന്നില്ല. എന്നാൽ വർധനവിനെ മാത്രം അടർത്തി കാണാതെ കരാറിനെ സമഗ്രമായി കാണണം. യൂത്ത് കോൺഗ്രസിന്റെ സമരം അപഹാസ്യമാണെന്നും ഹർത്താലിനെതിരെ ബില്ല് അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല ഹർത്താൽ പ്രഖ്യാപിച്ചത് ആത്മവഞ്ചനയാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ്, പ്രസിഡന്റ് AN ഷംഷീർ എന്നിവർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞങ്ങൾ അതിനെ സമഗ്രമായി കാണുന്നു. എങ്ങനെ BPL SC BC കുട്ടികൾക്ക് കൂടുതലായി ചുരുങ്ങിയ ഫീസിൽ പഠിക്കാം. 8.5 ലക്ഷം ഫീസ് കൊടുക്കേണ്ടിയിരുന്ന കുട്ടികൾ ഇപ്പോൾ 2.5 ലക്ഷത്തിന് പഠിക്കാം. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ഫീസും വർദ്ധിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ക്യാപിറ്റേഷൻ ഫീസ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. UDFിൻ്റെ കാലത്ത് ഫീസ് അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അണ്ടർ ഹാൻഡ്സ് എത്ര കാശ് ആളുകൾ കൊടുക്കുന്നൊരു ക്യാപിറ്റേഷനായി. ഇത്തവണ അതൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഒരു കാര്യം DYFI ഉറപ്പ് പറയാം, ക്യാപിറ്റേഷൻ ഫീസുകൾ വാങ്ങിക്കാം എന്നേതെങ്കിലും മാനേജ്മെൻറ്റ് വ്യാമോഹിക്കുന്നുവെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിലേക്ക് DYFI സമരം നടത്തും.